പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 8ൻ്റെ ചാപ്റ്റർ 2-ലെ നെക്സ്റ്റ് പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അടുത്ത നമ്മൾ പഠിക്കുന്നത് ദ സ്റ്റോൺസ് ദാറ്റ് ഷൈൻ. 3 daughters with curious eyes, each got 3 baskets, a kingly prize. Each basket had 3 silver keys. അപ്പോൾ ക്യൂരിയസ് ഐസ് ഉള്ള 3 പെൺമക്കൾ, ഓരോരുത്തർക്കും 3 ബാസ്ക്കറ്റ് വീതം കിട്ടി. രാജാവിൻ്റെ ഒരു സമ്മാനമായിരുന്നു. ഈച്ച് ബാസ്ക്കറ്റ് ഹാഡ് 3 സിൽവർ കീസ്. ഓരോ ബാസ്ക്കറ്റിലും 3 സിൽവർ കീസ് വീതം ഉണ്ടായിരുന്നു. ഈച്ച് ഓപ്പൺസ് 3 ബിഗ് റൂംസ് വിത്ത് ഈസ്. ഓരോന്നും വലിയ 3 റൂമുകൾ എളുപ്പത്തിൽ തുറക്കുന്നു. ഈച്ച് റൂം ഹാഡ് ടേബിൾസ് 1, 2, 3. ഓരോ റൂമിലും 3 ടേബിളുകൾ ഉണ്ടായിരുന്നു. 1, 2, 3 3 ടേബിളുകൾ ഉണ്ടായിരുന്നു. വിത്ത് 3 ബ്രൈറ്റ് നെക്ലേസസ് ഓൺ ഈച്ച് യു സി. അപ്പോൾ ഓരോ ടേബിളിലും തിളങ്ങുന്ന 3 നെക്ലേസുകൾ നിങ്ങൾ കാണുന്നു. ഈച്ച് നെക്ലേസ് ഹാഡ് 3 ഡയമണ്ട്സ് ഓഫ് ഫൈൻ. ഓരോ നെക്ലേസിലും നല്ല തിളങ്ങുന്ന 3 ഡയമണ്ട്സ് ഉണ്ടായിരുന്നു. ക്യാൻ യു കൗണ്ട് ദീ സ്റ്റോൺസ് ദാറ്റ് ഷൈൻ. അപ്പോൾ തിളങ്ങുന്ന ഈ സ്റ്റോണുകളെ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാനായിട്ട് കഴിയുമോ? അപ്പോൾ നമുക്കിവിടെ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ബാസ്ക്കറ്റ്സ് ആൻഡ് റൂം. അപ്പം നമ്പർ ഓഫ് ബാസ്ക്കറ്റ്സും റൂംസും കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ഇവിടെ ഹിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ഹൗ മെനി റൂംസ് വേർ ദർ ഓൾ ടുഗദർ. അപ്പം മൊത്തത്തിൽ എത്ര റൂം ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ദ ഇൻഫർമേഷൻ ഗിവൺ ക്യാൻ ബി വിഷ്വലൈസ്ഡ് ആസ് ഷോൺ ബിലോ. അപ്പോൾ നമുക്കിവിടെ ഇൻഫർമേഷൻ നമുക്കിതാ ഇങ്ങനെ പിക്ചറായിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. നോക്കിയേ, ഇവിടെ 3 ഡോട്ടേഴ്സ് ഉണ്ട്. കണ്ടോ? 1, 2, 3 3 ഡോട്ടേഴ്സ് ഉണ്ട്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോരുത്തർക്കും ഈച്ച് ഗോട്ട് 3 ബാസ്ക്കറ്റ്. ഓരോരുത്തർക്കും 3 ബാസ്ക്കറ്റ് വീതം കിട്ടി. കണ്ടോ? ഒരാൾക്കിവിടെ 3 ബാസ്ക്കറ്റ് കിട്ടി, അടുത്തയാൾക്കും 3 ബാസ്ക്കറ്റ് കിട്ടി, അടുത്തയാൾക്കും 3 ബാസ്ക്കറ്റ് കിട്ടി. ഈച്ച് ബാസ്ക്കറ്റ് ഹാഡ് 3 സിൽവർ കീസ്. ഓരോ ബാസ്ക്കറ്റിലും 3 സിൽവർ കീകൾ വീതമുണ്ട്. അപ്പോൾ നോക്കിയാൽ ഈ ബാസ്ക്കറ്റിൽ 3 സിൽവർ കീ ഉണ്ട്, ഈ ബാസ്ക്കറ്റിൽ 3 സിൽവർ കീസ് ഉണ്ട്, ഈ ബാസ്ക്കറ്റിലും 3 എണ്ണം ഉണ്ട്. അതേപോലെ ഓരോരുത്തരുടെയും ഓരോ ബാസ്ക്കറ്റിലും 3 സിൽവർ കീകൾ വീതമുണ്ട്. ഇനി നോക്കിയേ, ഈച്ച് ഓപ്പൺസ് 3 ബിഗ് റൂം. അപ്പോൾ ഓരോ കീ കൊണ്ടും 3 ബിഗ് റൂംസ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ കീ കൊണ്ട് 1, 2, 3 3 റൂംസ് ഓപ്പൺ ചെയ്തു. അടുത്ത കീ കൊണ്ടും 1, 2, 3 3 റൂംസ് ഓപ്പൺ ചെയ്തു. അടുത്തത് കൊണ്ടും 3 റൂംസ് ഓപ്പൺ ചെയ്തു. ഇങ്ങനെ ഇവിടെ നമുക്ക് ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും 3 ബാസ്ക്കറ്റ് വീതം കിട്ടി. ഓരോ ബാസ്ക്കറ്റിലും 3 സിൽവർ കീകൾ വീതമുണ്ട്. ഓരോ കീ കൊണ്ടും 3 റൂമുകൾ വീതം തുറക്കുന്നുണ്ട്. ഇനി ഓരോ റൂമിലും 3 ടേബിൾസ് വീതമുണ്ട്, ഇല്ലേ? ഓരോ ടേബിളിലും 3 ബ്രൈറ്റ് നെക്ലേസസ് വീതമുണ്ട്. ആ ഓരോ നെക്ലേസിലും 3 ഡയമണ്ട്സ് വീതമുണ്ട്. അപ്പോൾ നമ്മളോട് ഇവിടെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? എത്ര സ്റ്റോൺസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാനാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ എത്ര റൂം ഉണ്ട് എന്നുള്ളത് നമ്മളിവിടെ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഓരോ സിൽവർ കീ കൊണ്ട് 3 റൂമുകൾ വീതം തുറന്നു. അപ്പം ഈ ബാസ്ക്കറ്റിൽ 3 കീ ആയിരുന്നു. ആ 3 കീകൾ കൊണ്ട് എത്ര റൂം ഓപ്പൺ ആക്കി? 3 + 3 6, 6 + 3 9. അതേപോലെ ഈ ബാസ്ക്കറ്റിലെ 3 കീകൾ കൊണ്ട് ഇവിടെയും 9 റൂംസ് ഓപ്പൺ ആക്കി, ഇവിടെയും 9 റൂംസ്. അപ്പോൾ ഒരാൾ എത്ര റൂം ഓപ്പൺ ആക്കി? 9 + 9 + 9, അല്ലേ? 9 + 9 18, 18 + 9 27. ഇവിടെ 27 റൂംസ് ഓപ്പൺ ആക്കി. ഇവിടെയും 27, ഇവിടെയും 27, അല്ലേ? 3 പേരും 27 റൂംസാണ് ഓപ്പൺ ആക്കിയത്. ഓക്കെ, ഫ്രം ദി ഡയഗ്രാം ദ നമ്പർ ഓഫ് റൂംസ് ഈസ് 3/4. അപ്പോൾ ഈ ഡയഗ്രാം വെച്ചിട്ട് നമ്പർ ഓഫ് റൂംസ് 3/4 ആണ് എന്ന് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ 3/4 കിട്ടിയത്? റൂമിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് റൂംസ് എത്രയാണ്? 27 + 27 + 27. അതായത് 27 3 ടൈംസ് ഉണ്ടല്ലേ? എന്ത് വരും? 27 ×
3. 7 3s are 21. 3 2s are 6. 6 plus 2 8. അതായത് 81 റൂംസ് ആണ് ഉള്ളത്. ഈ 81നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. 81നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ 3 കൊണ്ട് ചെയ്യാം. 3 2s are 6. 8 minus 6 is 2. 21. ഇവിടെ 21 ആവും. 7 3s are 21. Again 3. 9 3s are 27. Again 3. 3 3s are 9. 3 1. കണ്ടോ, 81നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് കിട്ടി. അതിനെയാണ് ഇവിടെ 3 raised to 4 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഡയഗ്രാം വെച്ചിട്ട് നമ്പർ ഓഫ് റൂംസ് എന്ന് പറയുന്നത് എന്താണ്? 3 raised to 4 ആണ്. ദാറ്റ് മീൻസ് ഇവിടെ 81 റൂംസ് ആണ് ഉള്ളത്. ദിസ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ റിപ്പീറ്റഡ്ലി മൾട്ടിപ്ലൈയിങ് 3 ബൈ ഇറ്റ് സെൽഫ്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയത്? 3യെ 3 കൊണ്ട് തന്നെ റിപ്പീറ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ്. അതായത് നോക്കിയേ, 3 ഇൻറ്റു 3 9. 9 ഇൻറ്റു 3 27. 27 ഇൻറ്റു 3 81. ദാ അപ്പോൾ റൂംസ് വരുന്നത് ഇവിടെ വരെയാണ്. കണ്ടോ, 81 റൂംസ് ആണ് ഉള്ളത്. 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് എന്താണ്? 3 ഡോട്ടേഴ്സ് ആയിരുന്നു. ഓരോരുത്തർക്കും 3 ബാസ്ക്കറ്റ് വീതം കൊടുത്തു. അപ്പോൾ 3 ഇൻറ്റു 3 9 ആയി. ടോട്ടല് 9 ബാസ്ക്കറ്റ്സ് ആയി. പിന്നെന്താണ്, ഓരോ ബാസ്ക്കറ്റിലും 3 കീ വീതം ഉണ്ടായിരുന്നു. അപ്പം 9 ബാസ്ക്കറ്റിൽ 3 കീ വീതമായപ്പോൾ എത്രയായി? ടോട്ടൽ 27 കീസായി. അതിലെ ഓരോ കീയും 3 ബിഗ് റൂമിലേക്ക് തുറക്കാനുള്ള കീ ആയിരുന്നു. അപ്പോൾ ടോട്ടൽ 27 കീസ് ഉണ്ടായിരുന്നു. ആ 27 ഇൻറ്റു 3 ചെയ്തപ്പോൾ 81 കിട്ടി. അങ്ങനെയാണ് ഇവിടെ 81 റൂം വരെ എത്തിയത്. അതാണ് 3 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 9. 9 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 27. 27 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 81. ഓരോ പ്രാവശ്യവും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഹൗ മെനി ഡയമണ്ട്സ് വേർ ദർ ഇൻ ടോട്ടൽ? ടോട്ടൽ എത്ര ഡയമണ്ട്സ് ഉണ്ടായിരുന്നു? ക്യാൻ വി ഫൈൻഡ് ഔട്ട് ബൈ ജസ്റ്റ് 1 മൾട്ടിപ്ലിക്കേഷൻ യൂസിങ് ദി പ്രൊഡക്ട്സ് എബവ്. അപ്പം മേളത്തെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരു പ്രാവശ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് നമുക്കിതിനെ കണ്ടുപിടിക്കാനായിട്ട് കഴിയുമോ? അപ്പോൾ നമുക്ക് 81 റൂംസ് ആണുള്ളത്. ഈച്ച് റൂം ഹാഡ് ടേബിൾസ് 1 2 3. അപ്പോൾ ഓരോ റൂമിലും ടേബിൾസ് ഉണ്ടായിരുന്നു. എത്ര ടേബിൾസ് ഉണ്ടായിരുന്നു? 3 ടേബിളുകൾ വീതം ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയേ, ഇനി ടേബിളിൻ്റെ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് നെക്ലേസ് കണ്ടുപിടിക്കണം. നെക്ലേസും കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡയമണ്ട്സിൻ്റെത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓരോ റൂമിലും 3 ടേബിൾസ് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ടേബിൾ എത്ര വരും? ടോട്ടൽ നമ്പർ ഓഫ് റൂംസ് എത്രയാണ്? നമ്പർ ഓഫ് റൂംസ് 81 ആണ് അല്ലേ. ഒരു റൂമിൽ 3 ടേബിൾസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 81 റൂമിലെ ടേബിൾ കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? 81 ഇൻറ്റു 3 ചെയ്താൽ മതി. അപ്പോൾ 81 ഇൻറ്റു 3 ചെയ്താൽ 1 ഇൻറ്റു 3 3 8 3s are 24. കണ്ടോ, 243 ടേബിൾസ് ആണ് മൊത്തത്തിലുള്ളത്. 243 ടേബിൾസ് മൊത്തത്തിലുണ്ട്. ഓക്കെ, ഈ 243 എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേബിൾസ് ആണ് കേട്ടോ. നമ്പർ ഓഫ് ടേബിൾസ് ആണ്. അപ്പം നമ്പർ ഓഫ് ടേബിൾസ് 243 ആണ്. അപ്പം ഈച്ച് റൂം ഹാഡ് ടേബിൾ ഇവിടെ വരെയാണ് നമ്മൾ ചെയ്തത്. ടേബിൾ വരെ വന്നപ്പോൾ നമുക്ക് 243 ടേബിൾസ് കിട്ടി. ഇനി ഓരോ ടേബിളിലും എന്തുണ്ട്? 3 ബ്രൈറ്റ് നെക്ലേസസ് ഉണ്ട്. ആ നെക്ലേസസിലാണ് 3 ഡയമണ്ട്സ് വീതമുള്ളത്. അപ്പോൾ നെക്ലേസസിൻ്റെ നമ്പർ എത്രയായിരിക്കും? 243 ടേബിൾസ് ഉണ്ട്. ഓരോ ടേബിളിലും 3 നെക്ലേസസ് വെച്ചുണ്ട്. അങ്ങനെയാണെങ്കിൽ 243 ടേബിളിൽ എത്ര നെക്ലേസസ് കാണും? ഒരു ടേബിളിൽ 3 നെക്ലേസസ് ആണെങ്കിൽ 243 ടേബിളിലെ നെക്ലേസസ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? 243 ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് കിട്ടും. 3 3s are 9. 4 3s are 12. 3 2s are 6 plus 1 7. 729 എന്ന് കിട്ടി. അപ്പോൾ ഈ ഓരോ നെക്ലേസിലും 3 ഡയമണ്ട്സ് വീതം ഉണ്ടല്ലേ. അപ്പോൾ ഒരു നെക്ലേസിൽ 3 ഡയമണ്ട് ആണെങ്കിൽ നമുക്കിപ്പം ടോട്ടൽ എത്ര നെക്ലേസ് ഉണ്ട്? 729 നെക്ലേസസ് ഉണ്ട്. ഈ 729 നെക്ലേസസിലെ ഡയമണ്ട് കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? 729 ഇൻറ്റു 3 ചെയ്ത് നോക്കണം.
അപ്പോൾ 7 20 9 ഇൻറ്റു 3. 9 3s are 27. 3 2s are 6. 6 plus 2 8. 7 3s are 21. അപ്പോൾ 2187 ഡയമണ്ട്സ് ഉണ്ട്. അപ്പോൾ ദ നമ്പർ ഓഫ് ഡയമണ്ട്സ് ഈസ് 3⁻⁷ എന്ന് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 3⁻⁷ എങ്ങനെയാണ് വന്നത്? 2187 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ പറയാം? ഒന്നുകൂടെ ഞാനിവിടെ ചെയ്ത് കാണിക്കാം. ഇവിടെ നോക്കിയേ, 3 ഡോട്ടേഴ്സ് ആയിരുന്നു. 3 ഡോട്ടേഴ്സിന് 3 ബാസ്ക്കറ്റ് വെച്ച് കിട്ടി. അപ്പോൾ 3 ഇൻറ്റു 3. ഇനി ഈ ഓരോ ബാസ്ക്കറ്റിലും 3 സിൽവർ കീ ഉണ്ടായിരുന്നു. അപ്പോൾ 3 ഇൻറ്റു 3യുടെ കൂടെ ഒരു 3യും കൂടെ വന്നു. ഇനി ഈ ഓരോ കീയും 3 ബിഗ് റൂംസ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ വീണ്ടും ഒരു 3യും കൂടെ വരുന്നു. അപ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. ഇനി ഈ ഓരോ റൂമിലും 3 ടേബിളുകൾ വീതമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 3യും കൂടെ വരുന്നു. അപ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. ഇനി ഈ ഓരോ ടേബിളിലും 3 നെക്ലേസസ് വീതമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 3യും കൂടെ വരുന്നു. ഈ ഓരോ നെക്ലേസസിലും 3 ഡയമണ്ട്സ് വീതമുണ്ട്. അപ്പോൾ വീണ്ടും ഒരു 3യും കൂടെ വരുന്നു. ടോട്ടൽ എത്ര 3 ആയി? 1 2 3 4 5 6 7. കണ്ടോ? 7 ടൈംസ് 3 ഉണ്ട്. അതാണ് 3⁻⁷ എന്നിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 2187 എന്ന് കിട്ടുന്നത്. ഈ 2187 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3⁻⁷ കിട്ടും. ഓക്കെ, വി ക്യാൻ റൈറ്റ് 3⁻⁷ ഈസ് ഈക്വൽ ടു 3⁻⁷ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെയാണ്? 3⁻⁴. ഇവിടെ 3 4 ടൈംസ്, ദാറ്റ് മീൻസ് 3⁻⁴. ഇവിടെ 3 ടൈംസ്, ദാറ്റ് മീൻസ് 3⁻⁴. വി ഹാഡ് കമ്പ്യൂട്ടഡ് ടിൽ 3⁻⁴. നമ്മൾ 3⁻⁴ വരെ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? To find 3⁻⁷, we can just multiply 3⁻⁴ with 3⁻3. അപ്പോൾ നമുക്ക് 3⁻⁷ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3⁻⁴ കൂടെ 3⁻3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3⁻⁴ എന്ന് പറയുന്നത് 81 ആണ്. 3⁻3 എന്ന് പറയുന്നത് 27 ആണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 2187 കിട്ടിയത്. അപ്പോൾ 3⁻⁴ എന്ന് പറയുന്നത് എന്താ? 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. 3⁻3 എന്ന് പറയുന്നത് 3 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ ഈ 3⁻⁴ഉം 3⁻3യും കൂടെ ചേർന്നപ്പോൾ നമുക്ക് 2187 എന്ന് കിട്ടി. ഈ 2187 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 3⁻⁷ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 3⁻⁴ഉം 3⁻3യും കൂടെ ചെയ്തപ്പോൾ നമുക്ക് 3⁻⁷ എന്ന് കിട്ടി. 2187 കിട്ടി. അതെന്ന് പറയുന്നത് 3⁻⁷ ആണ്. എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഈ 3യുടെ പവറായ 4ഉം 3യും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 3⁻⁷ എന്ന് കിട്ടിയത് അല്ലേ? ഓക്കെ, 3⁻⁷ ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് 3⁻2 ഇൻറ്റു 3⁻5. ഈ 3⁻⁷ നമുക്ക് എങ്ങനെയും എഴുതാം? 3⁻⁷ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? 3യെ 7 ടൈംസ് എഴുതുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ഇത് രണ്ടും കൂടെ എടുത്തിട്ട് എഴുതാം. ഈ 5 3യും കൂടെ ചേർത്തിട്ട് നമുക്ക് എഴുതാം. അതായത് 3⁻2 എന്നും 3⁻5 എന്നും നമുക്ക് എഴുതാം. ഓക്കെ, റൈറ്റ് ദ പ്രൊഡക്റ്റ് p⁴ ഇൻറ്റു p⁶ ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. അപ്പോൾ p⁴ ഇൻറ്റു p⁶ പ്രൊഡക്റ്റിനെ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതണം. p⁴ എന്ന് വെച്ചാൽ എന്താ? p-യെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. p⁶ എന്ന് വെച്ചാൽ എന്താ? p-യെ 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മൊത്തം കൂടെ ചേർത്ത് എന്ത് വരും? ഇവിടെ 4, ഇവിടെ 6, മൊത്തം p⁻10 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ p⁻4ഉം p⁻6ഉം കൂടെ ചെയ്തപ്പോൾ നമുക്ക് p⁻10 എന്ന് കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്?
ഈ 4ഉം 6ഉം കൂടെ ആഡ് ചെയ്തപ്പോഴാണ് അല്ലേ പി റേസ് ടു ദ പവർ 4 + 6 ചെയ്തപ്പോഴാണ് നമുക്ക് പി റേസ് ടു ദ പവർ 10 കിട്ടിയത്. വി ക്യാൻ ജനറലൈസ് ദിസ് ടു n റേസ് ടു a ഇൻറ്റു n റേസ് ടു b. അപ്പോൾ n എന്ന് പറയുന്നത് ബേസാണ്. ബേസ് ഇവിടെ സെയിം ആണ്, ബേസ് ഒരേപോലെയാണ്, പവർ മാത്രമാണ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ 3യുടെ കേസിൽ നോക്കിയേ 3 റേസ് ടു ദ പവർ 4 ഇൻറ്റു 3 റേസ് ടു ദ പവർ 3. ഇവിടെ ബേസ് ഒരേപോലെ ആയിരുന്നു, പവറാണ് ഡിഫറൻ്റ് ആയിട്ട് വന്നത്. അപ്പോൾ ഇവിടെ ജനറലി നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ എന്നിന് പകരം 3 എടുക്കുന്നു, എയും ബിയും എന്ന് പറയുന്നത് പവറായിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ n റേസ് ടു ദ പവർ എ ഇൻറ്റു n റേസ് ടു ദ പവർ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? n റേസ് ടു ദ പവർ എ പ്ലസ് ബി. എ ആൻഡ് ബി ആർ കൗണ്ടിങ് നമ്പേഴ്സ്, എയും ബിയും കൗണ്ടിങ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊരു റൂളാണ്, ഈ റൂള് നിങ്ങൾ കാണാതെ പഠിച്ച് വെക്കുക. എന്താണ്? n റേസ് ടു എ ഇൻറ്റു n റേസ് ടു ബി ഇസ് ഇക്വൽ ടു n റേസ് ടു എ പ്ലസ് ബി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ബേസ് ഒരേപോലെയും പവർ ഡിഫറൻ്റ് ആയിട്ടും വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ബേസ് അതുപോലെ എഴുതും, പവറിനെ തമ്മിൽ ആഡ് ചെയ്യും. ഇനി അടുത്ത് നോക്കിയാൽ യൂസ് ദിസ് ഒബ്സർവേഷൻ ടു കമ്പ്യൂട്ട് ദി ഫോളോയിങ്. അപ്പോൾ ഈ ഒബ്സർവേഷൻ വെച്ചിട്ട് നമുക്ക് താഴെ തന്നിരിക്കുന്നതിനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2 റേസ് ടു 9, 2 റേസ് ടു 9 എന്ന് വെച്ചാൽ എന്താ? 2നെ 9 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 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 2 2 4 6 8 9 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ നമുക്ക് എഴുതാം. അപ്പോൾ 2 ഇൻറ്റു 2, ഇതിനെ ഈ 3 2ഉം കൂടെ ചേർത്ത് നമുക്ക് 2 റേസ് ടു ദ പവർ 3 എന്ന് എഴുതാം. അടുത്ത 3 എണ്ണം കൂടെ ചേർത്ത് 2 റേസ് ടു ദ പവർ 3. അടുത്ത 3 എണ്ണം കൂടെ ചേർത്ത് 2 റേസ് ടു ദ പവർ 3. 2 റേസ് ടു ദ പവർ 3 എന്താ? 2 ഇൻറ്റു 2 ഇൻറ്റു 2, ദാറ്റ് ഈസ് 8. അപ്പോൾ 8 ഇൻറ്റു 8 ഇൻറ്റു 8 ഈസ് ഇക്വൽ ടു എന്ത് കിട്ടും? 8 8 ആർ 64, 64 ഇൻറ്റു 8 512. ഓക്കെ, ഇനി അടുത്തത് 5 റേസ് ടു 7. 5 റേസ് ടു 7 എന്ന് വെച്ചാൽ എന്താ? 5നെ 7 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5. അപ്പോൾ ഇവിടെ നമുക്കിതിനെ 5 റേസ് ടു ദ പവർ 2, 5 റേസ് ടു 2, 5 റേസ് ടു 2 ഇൻറ്റു 5. 5 റേസ് ടു 2 ഈസ് 25 ഇൻറ്റു 25 ഇൻറ്റു 25 ഇൻറ്റു 5. ഇങ്ങനെ കിട്ടും. ഇതെല്ലാം കൂടെ ചേർത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 78,125 എന്ന് കിട്ടും. 25 ഇൻറ്റു 25 ഈസ് 625. 25 ഇൻറ്റു 5 ഈസ് 125. 625ഉം 125ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 78,125 എന്ന് കിട്ടും. അടുത്തത് 4 റേസ് ടു 6. 4 റേസ് ടു 6 എന്ന് വെച്ചാൽ എന്താ? 4നെ 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 4 റേസ് ടു 6 എന്ന് പറയുന്നത്. ഇവിടെ നമുക്കിതിനെ 4 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ അല്ലെങ്കിൽ 4 റേസ് ടു 2 ഇൻറ്റു 4 റേസ് ടു 2. 4 റേസ് ടു 2 ഈസ് 16. അപ്പോൾ 16 ഇൻറ്റു 16 ഇൻറ്റു 16 എന്ന് കിട്ടും. 16 ഇൻറ്റു 16 ഈസ് 256 ഇൻറ്റു 16 ഈസ് ഈക്വൽ ടു 4096 എന്ന് കിട്ടും. ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സ്പോണൻഷ്യൽ ഫോമിലാക്കി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പോൾ നോക്കിയാൽ 4 റേസ് ടു 6നെ നമുക്ക് 2 വേസിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കിയാൽ 4 റേസ് ടു 6 എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 4നെ 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 4 റേസ് ടു 6. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തത് 4 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ. അപ്പോൾ 16 ഇൻറ്റു 16 ഇൻറ്റു 16 ചെയ്തപ്പോഴാണ് നമുക്ക് 4096 ഇതാ നമുക്ക് ഇതിൻ്റെത് കിട്ടിയതല്ലേ. അതേപോലെ നമുക്ക് 4നെ 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 4നെ
3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു 4 ക്യൂബ്, വീണ്ടും 3 ടൈംസ്. അപ്പോൾ 4 ക്യൂബ് ഇൻറ്റു 4 ക്യൂബ് അല്ലെങ്കിൽ 4⁻³ ഇൻറ്റു 4⁻³ എന്ന് നമുക്കിതിനെ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ 4⁻³ എന്ന് പറയുന്നത് എന്താണ്? 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 4 64, 64 ഇൻറ്റു 64 അതും എന്താണ്? 4096 ആണ് വരിക. അപ്പോൾ 2 വേസിൽ നമുക്ക് എഴുതാം. ഒന്നെങ്കിൽ 4⁻6നെ 4 ക്യൂബ് ഇൻറ്റു 4 ക്യൂബ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 4² ഇൻറ്റു 4² ഇൻറ്റു 4² എന്ന് എഴുതാം. അപ്പോൾ ദാ ഇവിടെ നോക്കിയേ, 4 ക്യൂബ് എത്ര ടൈംസ് ഉണ്ട്? ഇപ്പം 4 നമ്മൾ 3 ടൈംസ് എഴുതുവാണെങ്കിൽ നമ്മൾ എന്തെഴുതും? അല്ലെങ്കിൽ വേണ്ട, 2 ടൈംസ് മതി. 4 2 ടൈംസ് ആണെങ്കിൽ നമ്മൾ എന്തെഴുതും? 4⁻²2 എന്നെഴുതും. അപ്പോൾ ദാ ഇവിടെ 4 ക്യൂബ് എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 4 ക്യൂബ് സ്ക്വയർ എന്ന് എഴുതാം. ആണല്ലോ. 4 2 ടൈംസ് ആയപ്പോൾ നമ്മൾ 4⁻² അല്ലെങ്കിൽ 4² എന്ന് എഴുതി. അപ്പോൾ 4 ക്യൂബ് 2 ടൈംസ് ആകുമ്പോൾ നമുക്ക് എന്തെഴുതാം? 4 ക്യൂബിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ നോക്കിയാൽ 4 ക്യൂബ് ഇൻറ്റു 4 ക്യൂബ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് 4 ക്യൂബ് ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നോക്കിയേ, 4² ഇൻറ്റു 4² ഇൻറ്റു 4². 4 3 ടൈംസ് ആണെങ്കിൽ നമ്മൾ എന്തെഴുതും? 4 ക്യൂബ് എന്ന് എഴുതും. അപ്പോൾ 4² 3 ടൈംസ് ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? 4 ക്യൂബ് 4² ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാമല്ലോ. നോക്കിയേ, 4² ഇൻറ്റു 4² ഇൻറ്റു 4² ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് 4² ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ. സിമിലർലി 7⁻4. 7⁻4 എന്ന് വെച്ചാൽ എന്താ? 7നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 7⁻4. ഇതിനെ എങ്ങനെ എഴുതാം? 7² ഇൻറ്റു 7² എന്ന് എഴുതാം. അപ്പോൾ 7² 2 ടൈംസ് ഉള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7² ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി 2⁻10 എന്ന് പറയുന്നത് എന്താ? 2വിനെ 10 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 2⁻10. അപ്പോൾ ഇവിടെ 2 2 എടുത്തിട്ട് 2² ഇൻറ്റു 2² ഇൻറ്റു 2² ഇൻറ്റു 2² ഇൻറ്റു 2². അപ്പോൾ 2² എത്ര ടൈംസ് ഉണ്ട് ഇവിടെ? 1 2 3 4 5 ടൈംസ് ഉണ്ടല്ലേ. അപ്പോൾ എന്തെഴുതാം? 2² ദ ഹോൾ ⁻5 എന്ന് എഴുതാം. ഓക്കെ. ഓക്കെ. ഈസ് 2⁻10 ഓൾസോ ഈക്വൽ ടു 2⁻5 ദ ഹോൾ സ്ക്വയർ? റൈറ്റ് ഇറ്റ് ആസ് എ പ്രൊഡക്റ്റ്. അപ്പം 2⁻10 എന്ന് പറയുന്നത് 2⁻5 ദ ഹോൾ സ്ക്വയറിന് ഈക്വൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. 2⁻10 എന്ന് വെച്ചാൽ എന്താ? 2വിനെ 10 ടൈംസ് എഴുതുന്നതാണ് 2⁻10. അപ്പോൾ ഇതിനെ നോക്കിയേ, 5 2കളെ ഒരു പാർട്ടായിട്ട് എടുക്കുന്നു. അപ്പോൾ എന്തെഴുതാം? 2⁻5 എന്ന് എഴുതാം. അടുത്ത 5 2കളെ ഒരു പാർട്ടായിട്ട് എടുക്കുന്നു. അപ്പോൾ എന്തെഴുതാം? 2⁻5 എന്ന് എഴുതാം. അപ്പോൾ 2⁻5നെ 2 പ്രാവശ്യം എഴുതിയാൽ നമുക്കിതിനെ എന്തെന്ന് എഴുതാം? 2⁻5² എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 2⁻10നെ നമുക്ക് എന്തെഴുതാം? 2⁻5² എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് n⁻a ദ ഹോൾ ⁻b എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കിയേ, 2⁻5 ദ ഹോൾ ⁻2 എന്ന് പറയുന്നത് 2⁻10ന് ഈക്വൽ ആണ് എന്ന് പറഞ്ഞു. ഈ 10 എങ്ങനെയാണ് കിട്ടിയത്? ഈ 5ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് കിട്ടിയത്. അതേപോലെ ഇവിടെ നോക്കിയേ, 7⁻2 ദ ഹോൾ സ്ക്വയർ എന്തിന് ഈക്വലാണ്? 7⁻4ന് ഈക്വലാണ്. അതെങ്ങനെയാണ് കിട്ടിയത്? 2ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് കിട്ടിയത്. ഓക്കെ. അപ്പോൾ 2⁻10 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻5 ഇൻറ്റു 2 എന്ന് എഴുതാം. ഈ 5ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 10 കിട്ടിയത്. അപ്പം n⁻a ദ ഹോൾ ⁻b എന്ന് പറയുന്നതിനെ അപ്പോൾ നമുക്ക് എന്തെഴുതാം? n⁻a ഇൻറ്റു b അല്ലെങ്കിൽ n⁻ab എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. ഇതും ഒരു റൂളാണ്. ഇത് വെച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. a ആൻഡ് b ആർ കൗണ്ടിങ് നമ്പേഴ്സ്. എയും ബിയും കൗണ്ടിങ് നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ 2 റൂളുകൾ ഇപ്പോൾ പഠിച്ചു. എന്തൊക്കെയാണ്? n⁻a ഇൻറ്റു n⁻b ഈസ് ഈക്വൽ ടു n⁻a
എ പ്ലസ് ബി. ബേസ് ഒരുപോലെ ആയിട്ട് പവർ ഡിഫറൻ്റ് ആയിട്ട് വന്നാൽ നമ്മൾ ബേസ് അതുപോലെ എഴുതിയിട്ട് പവേഴ്സിനെ ആഡ് ചെയ്യും. പിന്നിപ്പോൾ എന്താ പഠിച്ചേ? എൻ റേസ് ടു എ ദ ഹോൾ റേസ് ടു ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? എൻ റേസ് ടു എ ബിക്ക് ഈക്വലാണ്. ഈ 2 റൂളുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും മതി. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ.